മലയാള സിനിമാ ഗാനങ്ങൾക്ക് തനിമ പകർന്ന ഗായകൻ കമുകറ പുരുഷോത്തമനെ ഓർമ്മിച്ച് തലസ്ഥാന നഗരി. കമുകറ പുരുഷോത്തമന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം സംവിധായകൻ കമൽ പ്രശസ്ത സംഗീത സംവിധായകൻ റെജി അമൽദേവിന് സമ്മാനിച്ചു. മലയാളികൾ ഏറ്റുപാടിയ നിരവധി ഗാനങ്ങൾക്ക് ഉടമയായ കമുകറ പുരുഷോത്തമൻ എന്ന മഹാരഥനായ ഗായകന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം സംഗീത ലോകത്തെ മറ്റൊരു മഹാപ്രതിഭയ്ക്ക് സമ്മാനിച്ചപ്പോൾ പാട്ടിന്റെ ഈണം പോലെ അതും ഇമ്പമായി. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു സംഗീത സംവിധായകൻ റെജി അമൽദേവിന് സംവിധായകൻ കമൽ പുരസ്കാരം സമർപ്പിച്ചത്. സത്യത്തിൽ എന്നെ ആദ്യം അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ചില പേരുകൾ അങ്ങനെയാണ്, അവരുടെ സ്വന്തം പേര് ആവശ്യമില്ലാതെ മറ്റൊരു പേരിൽ അവരറിയപ്പെടുക. ഇപ്പോൾ കമുകറ പുരുഷോത്തമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. പക്ഷേ പുരുഷോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ല, കമുകറ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തിക്കുറിശ്ശി, കൊട്ടാരക്കര, അതൊക്കെ കൂടുതലും സ്ഥലപ്പേരുകളാണ്. ആ സ്ഥലപ്പേരുകളിൽ അറിയപ്പെടുന്നു. ഇത് കുടുംബ പേരാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ പേര് തൻ്റെ കലാസബരിയിലൂടെ നൂറ്റാണ്ടുകളോളം തന്നെ നിലനിർത്താൻ വേണ്ടി കമുകറ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട മഹാഗായകനാണ് കമുകറ പുരുഷോത്തമൻ. പാട്ടിലെ സംഗീതം പോലെയായിരുന്നു റെജിയുടെ മറുപടി പ്രസംഗം. Good old memory, and I also remember meeting her father, a strong-willed man, a man who had his ideas very clear. From his conversation I could make that out. Another fortunate memory that I have is about നമ്മുടെ രാജീവ്, ONV സാറിൻ്റെ മകൻ രാജീവാണ്. അന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവിന് മുമ്പ് ഒരു സിനിമ പാട്ട് ONV സാറും ഞാനും കൂടി 4 പാട്ടുകൾ ചെയ്തിരുന്നു. രാജീവ് ONV അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗായിക ഡോക്ടർ ബി അരുന്ധതി, ജനം TV MD എസ് രാജശേഖരൻ നായർ, നിർമ്മാതാവ് G സുരേഷ് കുമാർ, ബേബി മാത്യൂസ് സോമധീരം തുടങ്ങി നിരവധി കലാ ആസ്വാദകരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.